വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബേസിക് അനാലിസിസിലെ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന പാഠഭാഗമാണ്. സീക്വൻസ് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചാണല്ലേ. 10ാം ക്ലാസ് മുതലേ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ്, ജോമെട്രിക്കൽ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ആ സീക്വൻസിനൊരു എക്സാമ്പിൾ എഴുതുക. ജസ്റ്റ് ഒരു 1 2 3 4 5 6 എക്സെട്ര. ഇതൊരു സീക്വൻസ് ആണല്ലോ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. 1/2 1/3 1/4 1/5 ഇതിങ്ങനെ പോവാണ്. വേറൊരു എക്സാമ്പിൾ എഴുതാം. 1 -1 1 -1 1 -1 1. ഇതൊക്കെ ഒരു ഓർഡറിൽ ഇങ്ങനെ എഴുതി പോവുക അല്ലേ. സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഫോർമൽ ഡെഫിനിഷൻ തുടങ്ങാം. സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ്. അതായത് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്ക്. അതായത് ഒന്നുകൂടി ഫോർമൽ അല്ലാത്ത രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, നിങ്ങൾ ഇതിനകത്ത് നാലാമത്തെ ടേം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 1 2 3 4 1/4 ആണ്. മൂന്നാമത്തെ ടേം എഴുതാൻ പറഞ്ഞാൽ കൃത്യമായി എഴുതാൻ പറ്റും 1/3 ആണ്. ഇതുപോലെ കൃത്യമായി നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റണം. ഇപ്പം ഞാൻ ഇവിടെ ഒരു സീക്വൻസ് എഴുതാം. x1 x2 x3 x4 ഈ സീക്വൻസ് ഇങ്ങനെ ഒരു xnലേക്ക് പോവുകയാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സിൽ എനിക്കൊരു മാപ്പിംഗ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടേം ആണ് x1, സെക്കൻഡ് ടേം ആണ് x2, തേർഡ് ടേം ആണ് x3, ഫോർത്ത് ടേം ആണ് x4. ഇതുപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? xn കാണാൻ പറ്റും. ഓക്കെ, ബേസിക് മനസ്സിലായല്ലോ. ഒരു സീക്വൻസ് നമ്മൾ ഏത് രീതിയിലാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ xn നമ്മൾ എഴുതും, പിന്നെ ക്യാപിറ്റൽ X എഴുതും, പിന്നെ നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ xn സച്ച് ദാറ്റ് n എലമെൻറ്റ് ഓഫ് n. ഇതാണ് ഒരു സീക്വൻസിൻ്റെ ബേസിക് ഐഡിയ. ഞാൻ അധികം പറഞ്ഞ് ലാഗാക്കുന്നില്ല, കാരണം നമ്മളിത് സ്ഥിരമായിട്ട് പഠിച്ചു പോരുന്ന സാധനം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ഓഫ് എ സീക്വൻസ്. ഞാനിപ്പോൾ ഇവിടെ 1 2 3 4 5 6 പറഞ്ഞൊരു സീക്വൻസ് എഴുതി. അതിനിവിടെ 1 1/2 1/3 1/4 1/5 ഈ സീക്വൻസ്, ഈ ബോർഡിൽ ഞാൻ ഈ സീക്വൻസ് ലാസ്റ്റ് ഏത് വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്? 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ നോക്കൂ, ഈ 1 -1 1 -1 എന്ന സീക്വൻസ് ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? ഇല്ലല്ലോ. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാം. അപ്പം ഇതുപോലുള്ള കുറച്ച് സീക്വൻസിൻ്റെ പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ബാ, ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആവുന്നത്. എ സീക്വൻസ് x = xn ഓഫ് റിയൽ നമ്പേഴ്സ് ഈ സെറ്റ് ടു കൺവേർജ് ടു എൻ x എലമെൻറ്റ് ഓഫ് R. അതായത് ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പർ ഉണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ എക്സാമ്പിളായിട്ട് കാണുകയാണ്. ഇപ്പോൾ ഇതാ ഒരു 1/2 1/3 1/4 എക്സെട്രാ ഇത് ഇങ്ങോട്ട് പോകുന്നുണ്ട്, 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. 0 ആണ് ഇതിൻ്റെ ലിമിറ്റ്, അതായത് x. ഒരു സീക്വൻസ് x = xn, അത് ഈ സീക്വൻസ് ഏതാണ്? xn = 1/n എന്ന് പറഞ്ഞ സീക്വൻസ് ആണ്. 1 ഇപ്പോൾ ഫസ്റ്റ് ടേം എന്താ ഈ സീക്വൻസിലെ 1, സെക്കൻഡ് ടേം 1/2, തേർഡ് ടേം എന്താ 1/3. അപ്പം x = xn എന്ന് പറഞ്ഞൊരു സീക്വൻസ് ആണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കൺവേർജ് ചെയ്യുന്നത് ഒരു എക്സിലേക്കാണ്. എപ്പോഴാണ് ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് പറയുക? നമ്മൾ ഒരു എപ്സിലോൺ നൈബർഹുഡ് എടുത്തു. ഫോർ എവരി എപ്സിലോൺ > 0 ചെറിയൊരു എപ്സിലോൺ നൈബർഹുഡ് ഇവിടെ എടുത്തു. ഇതാണ് ഒരു എപ്സിലോൺ നൈബർഹുഡ്. ഓക്കെ, ഇനി സീക്വൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ടേമിന് ശേഷം ഇവിടെ നമ്മളൊരു ഒരു kth ടേമിന് xkക്ക് ശേഷമുള്ള ഏതൊരു ടേമും xnനും നമ്മുടെ എക്സും തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു എപ്സിലോണിനേക്കാളും കുറവാണെങ്കിൽ ഈ സീക്വൻസ് 0യിലേക്കാണ് പോകുന്നത് പറയാം. ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇവിടുന്ന് ഒരു കുട്ടി നടത്തം തുടങ്ങി. അവന് പോകേണ്ടത് സ്കൂളിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ഇങ്ങോട്ടുള്ളത് 100 മീറ്ററാണ്. നമ്മൾ പറയുകയാണ് ഒരു 50 മീറ്ററിന് ശേഷം ഇവർ ഏതൊക്കെ സ്ഥലത്ത് നിൽക്കുന്നോ
ആ സ്ഥലവും സ്കൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 50 മീറ്ററിനേക്കാൾ ചെറുതായിരിക്കൂലേ. പോട്ടെ, ഓൻ 60 മീറ്റർ നടന്നെന്ന് വിചാരിച്ചോ. ഓൻ സ്കൂളിലേക്ക് പോകണം, ഓൻ 60 മീറ്റർ നടന്ന്. ബാക്കി ഓൻ എത്ര ദൂരമാണുള്ളത്? 40 മീറ്റർ അല്ലേ. ബാക്കി 40 മീറ്റർ ഉണ്ട്. ഓൻ ഇനി 70 മീറ്റർ നടന്നിട്ട് ആ സ്ഥലവും സ്കൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 30 40-നേക്കാളും കുറവല്ലേ. ഇനി ഓൻ 80 കിലോമീറ്റർ നടന്നെന്ന് വിചാരിച്ചു, 80 മീറ്റർ നടന്നെന്ന് വിചാരിച്ചു. എന്നിട്ടും ആ സ്കൂളും ഇവൻ നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 40-നേക്കാളും കുറവല്ലേ. അപ്പം ഒരു 60-ന് ശേഷമുള്ള അതുപോലെ ഈ ഒരു സീക്വൻസ് എക്സിലേക്ക് ടെൻഡ് ചെയ്യുന്നു. സം എക്സ് കെക്ക് ശേഷമുള്ള ഓരോ ടേമും ഈ എക്സും തമ്മിലുള്ള ഡിഫറൻസ് ഒരു എപ്സിലോണിനേക്കാളും കുറവാണെങ്കിൽ, അതായത് ഈ ഇവിടെ 70-ഉം ഈ സ്കൂളും തമ്മിലുള്ള ഡിഫറൻസ് 40-നേക്കാൾ കുറവായതുപോലെ ഈ എക്സ് കെക്ക് ശേഷമുള്ള ഒരു ടേമും ഈ എക്സും തമ്മിലുള്ള ഡിഫറൻസ് ഒരു എപ്സിലോണിനേക്കാളും കുറവാണെങ്കിൽ ഈ സീക്വൻസ് എങ്ങോട്ട് പോകുന്നുണ്ട്? കൺവേർജസ് ടു എക്സ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഞാൻ ഫോർമലായിട്ടുള്ള ഡെഫിനിഷൻ അല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ട്രിക്കാണ് പറഞ്ഞത്. ഇനി അപ്പം ഈ എപ്സിലോണിന് ശേഷമുള്ള എല്ലാതും ഈ എക്സിനേക്കാളും കുറവായിരിക്കും. ഏതാ? എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. ഓരോ എക്സനും എക്സും തമ്മിൽ ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ കുറവാണ്. എപ്പം മുതലുള്ള എക്സ് ആണോ? ഒരു എക്സ് കെ, ഒരു കെ എപ്സിലോൺ, ഒരു കെ എക്സ് കെക്ക് ശേഷമുള്ള ഇതൊരു എക്സും തമ്മിൽ ഡിഫറൻസ് കുറവാണ്. ഇനി ഞാൻ പറയാണ്, നമ്മുടെ എക്സ് എൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ് എൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആളുണ്ടാവുമല്ലോ, അത് ഇവിടെ ഒരു എക്സ് മൈനസ് എപ്സിലോണും ഇങ്ങോട്ട് എന്താ വരിക? എക്സ് പ്ലസ് എപ്സിലോണും. ഇവിടെ മെയിൻ ആൾ എക്സ് ആണെങ്കിൽ ഈ ഒരു നൈബർഹുഡിലായിരിക്കൂലേ നമ്മുടെ ആര് വരിക ഉണ്ടാവുക? എക്സ് എൻ വരിക, നമ്മുടെ അത് ലിമിറ്റുള്ള ടൈം വരിക. ഇതിനെയാണ് എന്താ നൈബർഹുഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം റെഡി ആയല്ലോ. ഇനി അടുത്തത്, ഒരു റിയൽ നമ്പർ എക്സ് ഈസ് ലിമിറ്റ് ഓഫ് എ എക്സ് എൻ ആണെങ്കിൽ, ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് ഒരു എക്സ് എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ്. അപ്പം ലിമിറ്റ് ഓഫ് 1/n എന്ന് പറഞ്ഞ സീക്വൻസ് ലിമിറ്റ് എന്താ? 0. 0ലേക്കല്ലേ ടെൻഡ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. എപ്പോഴാണ് ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആവുന്നത്, ഡൈവേർജൻ്റ് ആവുന്നത്? ഒരു സീക്വൻസിന് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സീക്വൻസ് നമ്മൾ കൺവേർജൻ്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആണെന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ റെഡി ആയല്ലോ, ആ ഒരു കൺസെപ്റ്റ്. ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ച ഡെഫിനിഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈസ് ഈക്വൽ ടു 0 ഇഫ് എക്സ് എൻ ഈക്വൽ ടു 1/2n. നമുക്കറിയാം, നമ്മൾ സാധാരണ രീതിയിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n എന്ന് പറഞ്ഞാൽ 0 ആണ്. പക്ഷെ നമ്മൾ പഠിച്ച ഫോർമൽ ഡെഫിനിഷൻ പ്രകാരം ഇത് 0 ആക്കണം. ഡെഫിനിഷൻ എന്താ? ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k epsilon such that xn minus x less than epsilon for every n greater than or equal to k epsilon. അപ്പം നമുക്കിവിടെ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ് വേണ്ടത്. മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്താ നമുക്ക് കണ്ടുനോക്കാം. എക്സ് എൻ എന്ന് പറഞ്ഞാൽ 1/2n മൈനസ് എക്സ് എന്താണ്? 0. 0ലേക്കല്ലേ ടെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഈസ് ഈക്വൽ ടു 1/2n. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവണ്ടേ? നമുക്ക് കൊടുത്തു നോക്കാം. ലെസ് ദാൻ എപ്സിലോണിന് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ n ഇങ്ങോട്ട് പോകുന്ന സമയത്ത് n ഗ്രേറ്റർ ദാൻ 1/2 എപ്സിലോൺ. അപ്പം 1/2 എപ്സിലോണിന് ശേഷമുള്ള ഏതൊരു വാല്യൂവും ആ 0യും തമ്മിലുള്ള ഡിഫറൻസ് ഒരു എപ്സിലോണിനേക്കാളും കുറവായിരിക്കും. അതല്ലേ നമുക്ക് കിട്ടേണ്ടത്. ഈ എക്സ് കെക്ക് ശേഷമുള്ള ഏതൊരു വാല്യൂയും നമ്മുടെ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാളും കുറവായിരിക്കും. ആ എക്സ് കെ ആണ് നമ്മളിവിടെ കണ്ടെത്തിയത്. എന്ത്? കെ n ഗ്രേറ്റർ ദാൻ ഓഫ് 1/2 എപ്സിലോൺ. അപ്പം ചൂസ് k ഈസ് ഈക്വൽ ടു 1/2 എപ്സിലോൺ. ഇതിന് ശേഷമുള്ള ഈക്വൽ ടു എന്ന് വേണ്ട k ഗ്രേറ്റർ ദാൻ അങ്ങനെയല്ല കൊടുക്കേണ്ടത്.
കെ ഈസ് ഈക്വൽ കെ ഗ്രേറ്റർ ദാൻ 1/2 എപ്സിലോൺ. ആ വാല്യൂവിന് ശേഷമുള്ള ഏതൊരു ടേമും നമ്മുടെ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒരു എപ്സിലോണിനേക്കാളും കുറവായിരിക്കും. ദെൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1/2n മൈനസ് 0 ഈസ് ഈക്വൽ ടു 1/2n ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കെ എന്താണ്? കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/epsilon. Therefore by the formal definition limit xn ഈക്വൽ ടു 0. xn ഇവിടെ എന്താ? 1/2n. അപ്പം ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. അപ്പം ഇനി ബാക്കി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്താണ്, ഒരു പരീക്ഷണം. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ അതും പറയാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് കൺസെപ്റ്റ് പറയാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.